ആഗ്രഹങ്ങൾ എനിക്ക് ഇനിയും പ്രോഗ്രാം ചെയ്യണം. പ്രോഗ്രാം ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു വണ്ടി വേണം, ഒരു വീൽ ചെയർ വേണം. അതിന് കിട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പരിപാടിക്കൊന്നും പോകാൻ പറ്റത്തില്ല. പരിപാടിക്ക് ജോലിക്കായാലും പോകാൻ പറ്റില്ല. ഓട്ടോമാറ്റിക് വീൽ ചെയർ ആണോ ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രിക്കിന്റെ. എന്താ പഠിത്തം എന്താ കഴിഞ്ഞേ? +2 കഴിഞ്ഞിട്ടേക്കോ? +2 കഴിഞ്ഞല്ലേ? ഇനി പഠിത്തം മുന്നോട്ടേക്ക് പോകണം, അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് ജോലി ചെയ്യണം എന്നുണ്ട്, ഷോകൾ ചെയ്യണം എന്നുണ്ട് അല്ലേ? ഇവിടുത്തെ എന്തായാലും ഷോകൾ എന്തായാലും അല്ലെ ഇനി ഓരോന്നോരോന്നായിട്ട് വരും. അതെ, എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരു ഹെൽപ്പുണ്ട്. എബി ചേട്ടൻ എന്ന് പറയുന്നത്. ആ ചേട്ടൻ എനിക്ക് നമ്പർ തന്നത്. ആ ചേട്ടനെ പറഞ്ഞു നീ രക്ഷപ്പെടണം, നീനെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞത് ആ ചേട്ടന്. പിന്നെ ശ്രീരാഗ ചേട്ടൻ, പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നാട്ടുകാർ, എല്ലാവർക്കും വലിയ നന്ദി. പിന്നെ എൻ്റെ ഫാൻസ്. അവരുണ്ടെങ്കിൽ ഞാനുള്ളൂ. എന്തൊരു കോൺഫിഡൻസ് ആണ്, എന്തൊരു കോൺഫിഡൻസാ. അവരില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ശരിയാ, അവരില്ലെങ്കിൽ ഞാൻ ഇല്ല. സത്യം. താങ്ക് യു. അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? നമുക്കൊരു കാര്യം ചെയ്താലോ, ഫോൺ എടുക്കുക, ഒരേ ഒരു രാജാവിനെ ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുവാണ്. ഒരേ ഒരു രാജാവ്. ബക്ര ചേട്ടാ, ഈ ആസിഫ് അലിക്ക് അതൊന്ന് ഷെയർ ചെയ്യണേ. ഇതൊക്കെ അവിടെ എന്തായാലും എത്തിയിരിക്കും. ടെലികാസ്റ്റ് ആയി കഴിഞ്ഞാൽ അജയൻ ചേട്ടല്ലേ, അജയൻ ചേട്ടൻ സൂര്യ സാറുമായിട്ട് നല്ല കമ്പനിയാണ്. ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെർഫോമൻസ് അയക്കുകയും ചെയ്യും. അയച്ചു കൊടുക്കണേ. എല്ലാവരും കാണും. ഞാൻ അങ്ങനെ അധികം ഫോളോ ചെയ്തിട്ടില്ല, പക്ഷെ ഒരേ ഒരു രാജാവിനെ ഞാൻ ഫോളോ ചെയ്യും. എന്റെ ലൈക്ക് അടിപൊളി അടിപൊളി. ഇനി ഫോട്ടോ എടുക്കണം. നമ്മളെല്ലാരും വന്നിരിക്കും, നമ്മളെല്ലാരും വന്നിരിക്കും. അതെ. വീണ്ടും വിരിയാം വൻ വിജയങ്ങൾ വഴിനിലെ വന്നെതിരേൽക്കും കാലം വരവായി. ഒരേ ഒരു രാജാവ്. രാജാവിന്റെ കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നത് രാജാവേ? എന്റെ അച്ഛനും ചേട്ടന്മാരും വന്നിട്ടുണ്ട്. അച്ഛനും ചേട്ടൻ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യണം പ്ലീസ്. അച്ഛാ നമസ്കാരം. അച്ഛാ നമസ്കാരം ഉണ്ട്. എന്താ അച്ഛന്റെ പേരെന്താ? മോഹനൻ. മോഹനൻ. അച്ഛൻ എന്ത് ചെയ്യുന്നു? കൂലിപ്പണിയാ. അടൂരാണ് അല്ലേ? കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വരെ നമ്മുടെ അരുൺ വന്നെത്തിയിരിക്കുകയാണ്. അച്ഛൻ എന്താ തോന്നുന്നേ? സന്തോഷം. സന്തോഷം, അത് മാത്രമേ പറയാനുള്ളൂ. ഭയങ്കര സന്തോഷം. അരുണിന്റെ കുട്ടിക്കാലത്തൊക്കെ അരുൺ ഇതുപോലെ കലാപ്രകടനങ്ങളൊക്കെ അത്തരത്തിലുള്ള വാസനകളൊക്കെ കാണിച്ചു തുടങ്ങിയായിരുന്നോ? പിന്നെ അനുകരണവും വെരി ഗുഡ്. നാട്ടിൽ മിമിക്രിയൊക്കെ പറയും. നാട്ടിലെ താരം. വീട്ടില് തമാശ പറയോ? ഇല്ലല്ലോ. കൗണ്ടർ അടിക്കും അച്ഛനടുത്ത്? അതൊക്കെ അടിക്കും. ബ്രദറിന്റെ പേരും ബ്രദറിനെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. ബിനീഷ്. ബിനീഷ് കസിൻ ബ്രദർ ആണ് അല്ലേ? എപ്പോഴും ഷോനൊക്കെ പോകുമ്പോ നിങ്ങൾ ഒരുമിച്ചാണോ സാധാരണ പോവാറുള്ളത്? നല്ല കാര്യം, നല്ല കാര്യം. കൊണ്ടുനടക്കുന്നതൊക്കെ വിനീഷേട്ടനാണോ? ഞാനും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, സച്ചു പറയുന്നത്. ആണ് കൂടുതൽ കൊണ്ടു നടക്കുന്നത്. ഈ പുള്ളിയെ കുറിച്ച് പുള്ളിയുടെ ക്വാളിറ്റി എന്താണ്? അവർക്കൊരു ആയി കൊടുക്കണം എന്റെ ഫ്രണ്ട്സിന്. എല്ലാവർക്കും അച്ഛാ, ഈ പാഷന് വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വീട്ടുകാരുടെ സപ്പോർട്ടാണ്. അപ്പൊ ബുദ്ധിമുട്ടുകൾ വേറെ ഒന്നും സഹിക്കേണ്ടി വന്നിട്ടില്ലല്ലേ അച്ഛനെ? ഈ പറയുന്ന പോലെ ജോലി നോക്കണം, ഇവര് കൂടെ പോകണം അല്ലേ? അയാളുടെ ആഗ്രഹം സാധിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് പുറത്തേക്ക് വേറെ ഒന്നും. ഇനി അങ്ങോട്ടേക്ക് അരുൺ മോഹന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് സാധിക്കട്ടെ. ഒരേ ഒരു രാജാവായിട്ട് വിലസണം കേട്ടോ. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും എല്ലാവിധ പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് ചെറിയൊരു സ്നേഹ സമ്മാനം ഞങ്ങൾ തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, യെസ്. മാസ്റ്റേഴ്സ്, അരുൺ മോഹന്റെ ആദ്യത്തെ വേദിയാണ്. ഇവിടെ നിന്നും ആദ്യത്തെ സമ്മാനം നേടാൻ പോവാണ്. ഇനി ഒരുപാട് വേദികൾ ലഭിക്കട്ടെ, ഒരുപാട് സമ്മാനങ്ങൾ നേടട്ടെ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ അരുൺ മോഹൻ. ഓക്കെ പക്രു ചേട്ടാ. ഒരേ ഒരു രാജാവിനെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്നും ലണ്ടൻ ക്ലാസിക് നൽകുന്ന സമ്മാനം. ഈ ചിരി എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവണം. ഒരു ഫോട്ടോ
അതെവിടുന്ന ഞാനുമായിട്ടോ ഗൈസ് പ്ലീസ് എല്ലാരും മാറും ഒന്ന് മാറി തരുമോ ഫോൺ എടുത്ത് ഇൻസ്റ്റാ ഫോളോ ചെയ്യട്ടെ. ഞാൻ ഹലോ 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 നോക്കി കുശുമ്പ് എടുത്ത് പോകുന്നൊക്കെ ചിരിക്കി Lights off. Light off. ഞാൻ അടിച്ചു പൊളിക്കാൻ പോവാണ് guys. Break. Break.